അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ ശേഖരവുമായി യുവ കർഷകൻ എസക്കിയേൽ. മോള് കളിക്കുന്നതിൻ്റെ ഇടയിൽ മൂക്കിൻ്റെ ഇത്രയും ഭാഗം ഒരു പൈപ്പിൻ്റെ കഷ്ണം കൊണ്ടിട്ട് മുറിഞ്ഞ് ഇങ്ങനെ കീറി വിട്ടു. ചോറ്റാനിക്കരയിൽ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയുണ്ട്. 2.5 ഏക്കർ റബ്ബർ തോട്ടം വെട്ടിമാറ്റി IT വിദഗ്ധനായ പൗലോസാണ് ഒരു ഔഷധത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ആ മനോഹരമായ കാഴ്ചയിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലം ഹോം സ്റ്റേ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കിഡിലം ഹോം സ്റ്റേ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ചോറ്റാനിക്കരയിലാണ്. ചോറ്റാനിക്കരയിലെ ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയാണ് ഇവിടെ. 24 ന്യൂസ്, മനോരമ ന്യൂസ് പോലുള്ള വാർത്താ ചാനലുകളിലൊക്കെ ഇവരുടെ ഔഷധ സസ്യങ്ങളെ പറ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ. ചോറ്റാനിക്കരയിൽ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയുണ്ട്. 2.5 ഏക്കർ റബ്ബർ തോട്ടം വെട്ടിമാറ്റി IT വിദഗ്ധനായ പൗലോസാണ് ഒരു ഔഷധത്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ആ മനോഹരമായ കാഴ്ചയിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നീരമൃത്, നീർമാതളം, രുദ്രാക്ഷം, പാരിജാതം, കർപ്പൂരം, കുന്തിരിക്കം തുടങ്ങി നൂറുകണക്കിന് ഔഷധമരങ്ങൾ പച്ചപ്പ് വിരിച്ചു നിൽക്കുകയാണിവിടെ. കൂടാതെ അണലിവേഗം, ഒലിവ്, 3 തരം കൊടുവേലി, ഇരപിടിയൻ സസ്യം തുടങ്ങി അപൂർവയിനം ചെടികളും ഇസേക്കിയേൽ പൗലോസിന്റെ ഔഷധത്തോട്ടത്തിലെ വേറിട്ട കാഴ്ചയാണ്. അച്ഛൻ AC പൗലോസ് ജോലി സംബന്ധമായ യാത്രക്കിടയിൽ സഞ്ചരിക്കുമ്പോഴാണ് രുദ്രാക്ഷത്തിന്റെ ഒരു തൈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് അച്ഛന്റെ ആ വഴി പിന്തുടരുകയായിരുന്നു മകൻ പൗലോസ്. ഹെർബ് കളക്ഷൻ പപ്പയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ കുറേ റബ്ബർ ഉണ്ടായിരുന്നു. നമ്മൾ ആ റബ്ബർ അങ്ങ് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ഓരോ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ച് തുടങ്ങി. ആദ്യമൊന്നും അധികം റെയർ സ്പീഷീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ക്രേസ് ആയിട്ട് മാറി. അപ്പോൾ ഒരുപാട് ദൂരത്തൊക്കെ പോയിട്ട് റെയർ ആയിട്ടുള്ള സ്പീഷീസ് ഓരോന്ന് കൊണ്ടുവരാൻ തുടങ്ങി. ഷിംഷിബ എന്നൊക്കെ പറഞ്ഞ ട്രീ നമ്മുടെ കേരളത്തിൽ ഭയങ്കര റെയറാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഓരോന്ന് കൊണ്ടുവന്നു. രുദ്രാക്ഷം കൊണ്ടുവന്നു, എരബിഡിയൻ സസ്യം കൊണ്ടുവന്നു. അങ്ങനെ അണലിവേഗം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആൻറ്റി വെനം പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിനാണ് അത്. അതൊക്കെ റെയർ ആയിട്ടുള്ളതാണ്. മീൻസ് ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ആയ സംഭവങ്ങളാണ്. ഒരെണ്ണം കളക്ട് ചെയ്യുമ്പോൾ അടുത്തത് കളക്ട് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആവും. അങ്ങനെ അത് കൂടി ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു 350-400 വെറൈറ്റി ഹെർബൽ സ്പീഷീസ് വന്നു. എൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു 3-4 കൊല്ലം കൊണ്ട് ഒരു 1000-1500 നല്ല എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരിക. എല്ലാ സ്പീഷീസിൻ്റെയും ഇപ്പോൾ കാപ്പി ആണെങ്കിൽ ഒരു തൈ, ചായ ആണെങ്കിൽ ഒരു തൈ, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു തൈ വെച്ച് കളക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. തുടർന്നുള്ള ജീവിതത്തിലും ഏത് തിരക്കിനിടയിലും ഒരല്പനേരം പ്രകൃതിക്കും പച്ചപ്പിനും വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ഇസേക്കിയേൽ പൗലോസിന്റെ തീരുമാനം. കൊച്ചി. എന്തായാലും കണ്ണിന് ഒരു സുഖമുണ്ട്. ഔഷധ സസ്യങ്ങളാണ് അദ്ദേഹം വളർത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. അദ്ദേഹത്തിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ ശേഖരവുമായി യുവ കർഷകൻ എസക്കിയേൽ. മോള് കളിക്കുന്നതിൻ്റെ ഇടയിൽ മൂക്കിൻ്റെ ഇത്രയും ഭാഗം ഒരു പൈപ്പിൻ്റെ കഷ്ണം കൊണ്ടിട്ട് മുറിഞ്ഞ് ഇങ്ങനെ കീറി വിട്ടുപോയി. നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് ഈ ഒരു മെഡിസിൻ മാത്രം ഇതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പോലെ സ്കാറിങ് ഇല്ല, നന്നായിട്ട് ജോയിൻ ആയി, ഒട്ടും ഇൻഫെക്ഷനും ആയില്ല. ബാംഗ്ലൂരിൽ എഞ്ചിനീയർ ആയിട്ടുള്ള എസക്കിയേൽ പൗലോസ് അദ്ദേഹത്തിൻ്റെ വീട് 500-ലധികം അപൂർവ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയാക്കിയതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഹോം സ്റ്റേൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരു ട്രഡീഷണൽ സെറ്റപ്പിലാണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. ഒരു റൂമിൽ 1-2 ഫാമിലിക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എറണാകുളം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം.
അല്ല ഇൻ്റർവ്യൂ, എഡ്യൂക്കേഷൻ അങ്ങനെ വല്ല ആവശ്യത്തിന് വരുന്നവർക്കും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ തന്നെയാണ്. ഇനി ആരെങ്കിലും വല്ല ഹോസ്പിറ്റൽ കേസായിട്ട് വരികയാണെങ്കിൽ അവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ തന്നെയാണിത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓണേഴ്സ് ആണ്, ആ ഒരു കാര്യം പറയാതിരിക്കാം. ഇവിടെ നിന്നും ഞങ്ങൾക്ക് ഉണ്ടായ ഒരു നല്ല എക്സ്പീരിയൻസ് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ട്രഡീഷണൽ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അടിപൊളി ഹോം സ്റ്റേ നമുക്ക് ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം. ഐക്കരവേലിൽ ഹേർബ് ഗാർഡൻ എന്നാണ് ഈ ഒരു ഹോം സ്റ്റേന്റെ പേര്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ഐക്കരവേലിൽ ഹേർബ്സ് ഗാർഡൻ. വെക്കേഷൻസ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ബിസി ലൈഫ് എന്നൊക്കെ മാറി വളരെ ശാന്തവും ഭയങ്കര എന്താ പറയുക നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾക്കുണ്ടായ ഒരു നല്ല അനുഭവം ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കൊച്ചിയിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. അതായത് ഞങ്ങൾ കൂടാതെ 2 ഫാമിലി കൂടി ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിന് വർഷങ്ങളായി മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ബലമൊന്നും കണ്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരും, പിന്നെ അതിൻ്റെ പെയിനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും ഇതേപോലെ അവൾക്ക് തലവേദന വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉള്ളത് ഞങ്ങൾ ഓണറായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള പച്ചമരുന്ന് കൊണ്ട് തന്നെ അവർ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുത്തു. പിന്നീട് അവൾക്ക് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് സ്റ്റേ ചെയ്ത് വന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. ഒരുപാട് കാലത്തിന് ശേഷം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോണ്ട് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അതും ഒരു ക്രിസ്റ്റൽ ബ്ലൂ കളറൊക്കെ ആയിട്ട്, അതായത് അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. ഇതിലൂടെ നടക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിനൊക്കെ ഒരുപാടൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. ശരിക്കും നമ്മൾ ഒരു ഹോം സ്റ്റേയിലൊക്കെ താമസിക്കാൻ പോകുമ്പം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയിൽ തന്നെ ഒരുപാട് ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. ഈവൻ കുട്ടികൾക്കാണെങ്കിൽ പോലും എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പോണ്ട്സ് ഒക്കെ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ വളരെ റെയർ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇനി ഇവിടെ അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഫിഷിംഗ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനിനെ പിടിച്ചിട്ട് നല്ല മസാലയൊക്കെ പുരട്ടി നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാം. രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മോസ്റ്റ്ലി ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേയിൽ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ അതാ വലിയൊരു മീനിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീനിനെ പിടിച്ചിട്ട് മസാലയൊക്കെ പുരട്ടി അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും. പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങളും അത്ര പ്രത്യേകതകളും അത്ര വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു. വേറെ എവിടെ നിന്നും കിട്ടാത്ത ഒരു എന്താ പറയുക ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഈ ഒരു ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ആയിരുന്നു എല്ലാവർക്കും. എന്താ പറയുക ലൈഫിൽ ഒരു
വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് പിടിച്ച മീൻ നല്ല അടിപൊളി മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയൊക്കെ തേച്ചപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഹോം സ്റ്റേ ചൂസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന പല ആൾക്കാരും ഐക്യരവേലിയിലെ ഔഷധ സസ്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ന്യൂസ് ചാനലുകളിലും ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിൽ മിക്ക പേർക്കും ഈ ഒരു ചോറ്റാനിക്കരയിലെ ഔഷധ സസ്യങ്ങളുടെ കലവറയെ പറ്റി കേട്ടിട്ടുള്ളവരായിരിക്കും. 3.5 ഏക്കറിലാണ് എസക്കിയലിന്റെ ഈ ഒരു ഏദൻ തോട്ടം. നല്ല വരുമാനം ലഭിച്ചിരുന്ന 3.5 ഏക്കർ പുരയിടത്തിലെ റബ്ബർ മരങ്ങളാണ് ക്ഷണനേരം കൊണ്ട് വെട്ടിമാറ്റിയത്. ഒട്ടും വൈകാതെ ഭൂമി പല ഭാഗങ്ങളായി തിരിച്ചു. ഔഷധ സസ്യത്തോട്ടം, മീൻകുളം, സ്വദേശിയും വിദേശിയുമായ ഫലവൃക്ഷങ്ങൾ, താറാവ് വളർത്തൽ, പച്ചക്കറിത്തോട്ടം, അപൂർവ ഇനം വൃക്ഷങ്ങൾ എന്നിങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന പലതും അവിടെ സ്ഥാനം പിടിച്ചു. സത്യത്തിൽ മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുന്ന എസക്കിയൽ പൗലോസ് എന്ന IT പ്രൊഫഷണലിന്റെ വേറിട്ട താല്പര്യങ്ങൾ യാഥാർത്ഥ്യമാവുകയായിരുന്നു. 14 വർഷം മുമ്പ് ആരംഭിച്ച ഈ കൃഷിത്തോട്ടം ഇപ്പോൾ ഏകദേശം 500-ൽ പരം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ്. ഒലീവ്, പിയർ, മിറാക്കിൾ ഫ്രൂട്ട് തുടങ്ങിയ നിരവധി വിദേശ ഫലവർഗ ചെടികൾക്കൊപ്പം നാടൻ ഇനങ്ങളായ കീരിപ്പഴം, ഞാറപ്പഴം, ഓടപ്പഴം, കാരക്ക തുടങ്ങിയവയും പുരയിടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികളും തോട്ടത്തിൽ വിളയിക്കുന്നു. വീട്ടിൽ തന്നെ ഒരു കുളത്തിൽ മത്സ്യകൃഷിയും നടത്തുന്നുണ്ട്. ഈ മീൻ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് തോട്ടം നനയ്ക്കാനായി ഉപയോഗിക്കുന്നത്. ജൈവ കൃഷി രീതിയാണ് എസക്കിയൽ പിന്തുടരുന്നത്. പോത്ത്, താറാവ്, കരിങ്കോഴി, ഫ്ലൈയിങ് ഡക്ക് തുടങ്ങിയവയും എസക്കിയലിന്റെ സംരക്ഷണയിൽ വളരുന്നു. കൃഷിയിലുള്ള വൈവിധ്യം കൂടാതെ വിവിധ ഇനം താളിയോലകളും ഗ്രന്ഥങ്ങളും പഴയകാല ശേഖരണങ്ങളും എസക്കിയലിന്റെ കൈവശമുണ്ട്. ചുവന്നതും കറുത്തതുമായ കറ്റാർ വാഴ, ഉദര രോഗത്തിനുള്ള അയ്യപ്പന, പേപ്പട്ടി വിഷബാധയ്ക്ക് ഉപയോഗിക്കുന്ന അങ്കോലം, രാസ്നാദി ചെടി, ചിലന്തി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് തുടങ്ങി ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ഒരു ഔഷധത്തോട്ടത്തെ കുറിച്ചറിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വൈദ്യന്മാരും മറ്റു മരുന്ന് ആവശ്യമായിട്ടുള്ളവരും ഇവിടെ എത്താറുണ്ട്. ഐക്യരവേലിയിൽ ഹെർബ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വർക്ക് കാരണം ഇദ്ദേഹത്തെ എൻവയോൺമെന്റലിസ്റ്റ് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രത്യേകതകളാണ്. ഹോം സ്റ്റേൻ്റെ മൊത്തം ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ
ബൈ ഫ്രം ലുബ്ന ഷാനിബ്.